അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ പുതിയൊരു അപ്ഡേഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പിഴവുകളൊക്കെ പരിഹരിച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് ഇതിൽ ആഡ് ചെയ്ത ഫീച്ചർ, അതായത് നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഓഡിയൻസിന് ഒരു ഡിസ്പ്ലേ വെച്ച് കൊടുക്കുക, ഒരു ടി വിയോ പ്രൊജക്ടറോ എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസിന് രക്ഷിതാക്കളൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഡിക്ലെയർ ചെയ്ത മത്സരങ്ങളുടെ ഓരോന്നിൻ്റെയായിട്ട് ഫലങ്ങൾ ഇങ്ങനെ സ്ലൈഡായിട്ട് കാണും. അതേപോലെ ടീമിൻ്റെ പോയിൻ്റ് സ്റ്റാറ്റസ്, അതേപോലെ നിലവിലുള്ള മത്സര അടിസ്ഥാനമാക്കിയിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഡിക്ലെയർ ചെയ്ത മത്സരങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലാപ്രതിഭ, അതേപോലെ ഓഫ് സ്റ്റേജ് ചാമ്പ്യൻ, ഓൺ സ്റ്റേജ് ചാമ്പ്യൻ എന്നീ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെസ്സേജുകളൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ സംവിധാനത്തിനെ കുറിച്ചാണ് നമ്മൾ പുതിയ അപ്ഡേഷനിൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു അപ്ഡേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളെ പോയിൻസിൽ വന്നു കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് കസ്റ്റമൈസ് അതിൽ അതായത് നമ്മൾ ലാസ്റ്റ് ഡിക്ലെയർ ചെയ്ത എത്ര മത്സരങ്ങളാണ് കാണിക്കേണ്ടത് എന്നതാണ് ഇവിടെ. നമുക്ക് അവിടെ ജസ്റ്റ് 5 എന്നാണുള്ളത്, അതങ്ങനെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റാം. അതേപോലെ ഷോ ടീം സ്റ്റാൻഡിങ് ആഫ്റ്റർ, ഓരോ ടീമിൻ്റെ സ്റ്റാൻഡിങ്, ഓരോ ടീമിൻ്റെയും പോയിൻ്റ് നില എത്ര മത്സരങ്ങൾക്ക് ശേഷമാണ് നമ്മളെ ഈ ഡിസ്പ്ലേയിൽ കാണിക്കേണ്ടത്, അതാണത്. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തത് 5 മത്സരം കഴിഞ്ഞിട്ട്, പിന്നെ അടുത്ത് വരുന്നത് ഈ 5 മത്സരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടീമിൻ്റെ പോയിൻ്റാണ്. അടുത്ത് വരുന്നത് പോസ്റ്റർ ഡിലേ ആണ്. ഓരോ പോസ്റ്ററും എത്ര സെക്കൻഡ് ആ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കണം എന്നാണ്. ഇവിടെ ഇപ്പോൾ ആണ് ഡിഫോൾട്ടായിട്ടുള്ളത്, നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് വരുന്നത് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ, അതായത് വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ്, അത് എത്ര മത്സരങ്ങൾക്ക് ശേഷമാണ് പോസ്റ്ററിൽ കാണിക്കേണ്ടതെന്നാണ്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്കിപ്പോൾ എന്താണ് ഈ ഇത് കാണിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് 0 സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ തീരെ എന്ത് ചെയ്യില്ല, ചാമ്പ്യന്മാരെ അവിടെ കാണിക്കില്ല. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, നമുക്കിവിടെ ഓഫാക്കാനും ഓണാക്കാനുള്ള ടോഗിൾ ബട്ടൺ ഉണ്ട്. ഓൺ സ്റ്റേജ് ചാമ്പ്യനെ കാണിക്കണോ, ഓഫ് സ്റ്റേജിനെ കാണിക്കണോ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഓവറോൾ ചാമ്പ്യനെ കാണിച്ചാൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇഷ്ടം പോലെ അത് ചെയ്തേക്കാം. മറ്റൊരു ഓപ്ഷൻ കാണുന്നത് ഷോ മെസ്സേജ് എന്നുള്ളതാണ്. ഇത് ഓണാക്കിയിട്ട് നമ്മളിവിടെ എന്തെങ്കിലും മെസ്സേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് എന്ത് ചെയ്യും, നമ്മുടെ ആ ഡിസ്പ്ലേയിൽ കാണിക്കും. അപ്പോൾ ആ ഡിസ്പ്ലേ എങ്ങനെയാണ് എനേബിൾ ആക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിവൈസിൽ നമ്മളെ നമ്മളെ ലോഗിൻ പേജിൽ നമുക്കിവിടെ ടോപ്പിലായിട്ട് ഒരു ബട്ടൺ കാണാൻ കഴിയും. ഇതാണ് നമ്മളെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയ്ക്കുള്ള പെർമിഷൻ ചോദിക്കുകയാണ്. അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ അഡ്മിനിൽ കാണിക്കുന്ന ഒരു QR കോഡ് ഉണ്ട്, അതാണ് നമ്മളിവിടെ സ്കാൻ ചെയ്യേണ്ടത്. ഇനി ക്യാമറ വർക്ക് ചെയ്യാതെ നമ്മൾ ലാപ്ടോപ്പിലോ മറ്റോ ഒക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ നോട്ട് വർക്കിംഗ് പേസ്റ്റ് കോഡ് ഇൻസ്റ്റീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാണുന്ന ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് വാട്സപ്പിലോ മറ്റോ അഡ്മിൻ്റെ ഡിവൈസിലേക്ക് ഷെയർ ചെയ്താലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി നമ്മൾ പോയിൻറ്റ്സ് ടാബിൽ വന്നാൽ നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഈ അഡ്മിൻ്റെ ഡിവൈസിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഈ നമ്മളെ ബ്രോഡ്കാസ്റ്റിൻ്റെ ചെയ്യുന്ന ഡിവൈസ് എന്തെങ്കിലും കണക്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ളൊരു വൈഫൈയിലേക്ക് ഈ 2 ഡിവൈസും കണക്റ്റ് ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോഴേ ഡാറ്റ കറക്റ്റ് വരുള്ളൂ, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ശരിയായിട്ട് വരില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ കണക്റ്റ് ഡിസ്പ്ലേ എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ QR കോഡ് വന്നു. ഞാൻ ഈ QR കോഡ് എൻ്റെ മറ്റേ ഡിവൈസിൽ സ്കാൻ ചെയ്യാണ്. സ്കാൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഈ നെക്സ്റ്റ് അടിച്ചിട്ട്, അതായത് നമ്മുടെ ആ ഒരു ബ്രോഡ്കാസ്റ്റ് ഡിവൈസിൽ വരുന്ന QR കോഡ് അഡ്മിൻ്റെ ഡിവൈസിൽ നിന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഇതിന് ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. ഈ സമയം എനിക്ക് മറ്റേ ഡിവൈസിൽ QR കോഡ് വന്നിട്ടുണ്ട്. ഞാൻ ആ QR കോഡ് ഇവിടെ സ്കാൻ ചെയ്തു. ഇപ്പോൾ കണക്റ്റഡ് എന്നുള്ളൊരു ഇതിവിടെ കാണിച്ചു. ഇനി നമ്മളെ ബ്രോഡ്കാസ്റ്റ് ഡിവൈസിൽ ഡൺ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ കഴിയും നമുക്ക്. അതാണ് അടുത്തതായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. കാണിച്ചാൽ ഞാനിപ്പോൾ ഇത് സ്കാൻ ചെയ്തതിന് ശേഷം എനിക്കിവിടെ ഡൺ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മളെ മത്സരത്തിൻ്റെ ഓരോ ഫലങ്ങൾ ഇങ്ങനെ സ്ലൈഡുകളായിട്ട് ഇവിടെ കാണിക്കും. നമ്മൾ സെറ്റ് ചെയ്ത ടൈം കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പോസ്റ്റർ മാറി മാറി വരുന്നത്. മൊബൈലായതുകൊണ്ടാണ് കറക്റ്റ് കിട്ടാത്തത്. ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഈ ഒരു രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്തതുപോലെ കറക്റ്റ് വരും. അതേപോലെ നമുക്കിവിടെ മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഓൺലൈൻ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുള്ള് നമ്മുടെ ലോക്കൽ സ്റ്റോറേജ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വൈഫൈൻ്റെ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഡിവൈസ് കണക്റ്റ് ആയതിൻ്റെ ശേഷം ഇവിടെ ഇപ്പോൾ കണ്ടോ വൺ ഡിസ്പ്ലേ കണക്റ്റഡ് ആൻഡ് ലൈവ് എന്ന് കാണിക്കണം. അപ്പോൾ ഇത് കണക്റ്റഡ് ആണ്. ഈ സമയത്ത് ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്തത്, വേറെ എന്തെങ്കിലും മെസ്സേജ് കാണിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ആൻഡ് അപ്ലൈ എന്ന് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ആ ഡിവൈസിലേക്ക് അതിൻ്റെ ഡാറ്റ പോവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഈ ഒരു കാര്യം കാണിക്കും. അങ്ങനെ ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എഡിറ്റിംഗ് വരുത്തിയിട്ട് സേവ് ആൻഡ് അപ്ലൈ കൊടുത്താൽ ഈ രൂപത്തിൽ നമ്മളെ ഡിസ്പ്ലേയിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.